ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിനെ ആഗ്രഹിച്ചപ്പോഴത്തെ ഒരു ഓണമായിട്ട് പ്രകാശിന് കിട്ടുന്നത്. അങ്ങനെ ഓണം ആകുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ മനോഹറിനെ കുറിച്ച് പറയാം. മനോഹർ അങ്ങനെ പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് ഇങ്ങനെ റിക്കവറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സരിയാണെങ്കിൽ ഭ്രാന്താശുപത്രിയിൽ ഷോക്ക് അടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഭ്രാന്തന്മാരുടെ കൂടെ കൂടി സരിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഡിപ്രഷനിലൊക്കെയാണ്. ആരെ കണ്ടാലും മനസ്സിലാവുന്നില്ല. ആരെ കണ്ട് തന്നെ മനോഹറാന്നുള്ള തോന്നലാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ പോലും എടാ നീ എന്നെ ചതിച്ചു അല്ലേ ആ ഒരു പറച്ചിൽ മാത്രമേ സരിയുനുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം ആകുമ്പോഴേക്കും പ്രകാശൻ തലേ ദിവസം തന്നെ കിരണിനെയും കല്യാണിനെയും കാണാൻ വേണ്ടി വരുന്നുണ്ട്. കല്യാണി പ്രകാശനോട് പറയണ്ട, അച്ഛൻ ആഗ്രഹിച്ചതല്ലേ ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ മക്കളുടെ കൂടെ ആഘോഷിക്കണമെന്ന്. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, മോളെ നീ പറഞ്ഞ സത്യമാണോ? അതേ അച്ഛാ, ഓണം നാളെയാണല്ലോ, അച്ഛൻ രാവിലെ തന്നെ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറയാണ്. മോളെ അത് അമ്മക്കും അതുപോലെ തന്നെ കാദംബരിക്കും കാർത്തികക്കും കിരണിൻ്റെ അച്ഛനമ്മക്കൊക്കെ ഇഷ്ടമാകുമോ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഞാൻ എല്ലായിടത്തും ചോദിച്ചിരുന്നു, അവർക്ക് ചെറിയൊരു നീരസമുണ്ട്, പക്ഷെ കുഴപ്പമില്ല അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം അത് മാറിക്കോളും എന്ന് പറയാണ്. കിരൺ മോനെ, അപ്പോൾ ഞാൻ വരാം അല്ലേ? നിങ്ങളുടെ മകളല്ലേ വിളിക്കുന്നത്, വന്നപ്പം എന്താ പ്രശ്നം? ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവൾ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ ഇവളിപ്പോൾ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പാണെങ്കിൽ കല്ലുമോനെ എന്നെയും കുറിച്ചിട്ടായിരുന്നു ഇവളുടെ വിചാരം ഫുള്ളും. പക്ഷെ ഇപ്പോൾ തൻ്റെ അച്ഛൻ നിന്റെ അച്ഛൻ്റെ അച്ഛന് ഫോൺ എടുത്തില്ലെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാകുമോ, എൻ്റെ അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തത്, അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവോ, മരുന്ന് കഴിച്ചിട്ടുണ്ടാവോ എന്നുള്ള വിചാരം മാത്രമേ ഇവൾക്കുള്ളൂ. അതുകൊണ്ട് ഇവളുടെ ഈ സ്നേഹം നിങ്ങൾ മുതലെടുക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയണം. മോനെ, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല മോനെ എന്ന് പറയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ പേര് വരാതെ എന്നിരിക്കണ്ടേ, എല്ലാവർക്കും ഒരു സംശയം തന്നെയാണത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ മാറിയില്ലല്ലോ, അപ്പം എല്ലാവർക്കും ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഇവൾ വിളിച്ചിട്ട് നിങ്ങൾ വരാതിരിക്കരുത്, അത് നിങ്ങളെക്കാളും ഏറെ വിഷമം ഇവൾക്കാകും. അപ്പോൾ അച്ഛൻ നാളെ വരില്ലേ? വരാം മോളെ, തീർച്ചയായിട്ടും നാളെ വരാം എന്ന് പ്രകാശം പറയാണ്. കല്യാണിക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. രാവിലെ തന്നെ ഓണം ആഘോഷിക്കാൻ വീട്ടിലെ പുറപ്പാടാണ് കല്യാണിയും അതുപോലെ തന്നെ കിരണും. പിന്നെ കാദംബരിയുണ്ട്, കാർത്തികയുണ്ട്, ലക്ഷ്മി അമ്മയുണ്ട്, നമ്മുടെ കൺമണി മോളുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് കൺമണി മോള് കൂടി ഉണ്ടല്ലോ. പിന്നെ ദീപ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ താര വരുന്നുണ്ട്. എല്ലാവരും കൂടി ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ ഓണത്തിന് അത്തക്കളമൊക്കെ ഇടുന്നുണ്ട്. അമ്മമാരും അവർ മക്കളൊക്കെ കൂടി അത്തക്കളവും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ആ സമയത്ത് അതിരാവിലെ തന്നെ പ്രകാശൻ ആ ഇട്ടിരുന്ന ഷർട്ടോട് കൂടി തന്നെ അവിടേക്ക് വരും കേട്ടോ. പ്രകാശിനെ കാണുമ്പോൾ കാർത്തികയും കാദംബരി വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. കല്യാണി അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അച്ഛൻ വന്നുവല്ലോ, കിരണേട്ടാ അച്ഛൻ വന്നു എന്നൊക്കെ പറയണ്ട. അപ്പം രതീഷും ഉണ്ട് കേട്ടോ അവിടെ, അവരുടെ മക്കളും ഉണ്ട്. അങ്ങനെ വന്നല്ലോ കടുവ എന്ന് രതീഷ് പറയുന്നുണ്ട്. അല്ല കടുവേ, ഓണത്തിന് താൻ ഈ വേഷത്തിലാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശം പണ്ട് അത് മക്കളെ ഞാൻ ആകെ മുഷിഞ്ഞിരിക്കുകയാണ്, എനിക്ക് ഡ്രസ്സിലൊക്കെ അഴുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, എടോ ഡ്രസ്സിൽ അഴുക്കായ ഞങ്ങൾ ക്ഷമിക്കും, ഡ്രസ്സിൽ അഴുക്കായവരെയും അതുപോലെ തന്നെ ഡ്രസ്സിൽ ചെളി പറ്റിയവരെയൊക്കെ ഈ വീട്ടിൽ വിളിച്ചു വരുത്താൻ ഞങ്ങൾക്ക് ഒരു അഭിമാനക്കുറവുമില്ല. അവരെ വിളിച്ചു വരുത്തി ഓണസദ്യ ഞങ്ങൾ കൊടുക്കും. പക്ഷെ ഡ്രസ്സിൽ മാത്രമേ അഴുക്ക് പാടുള്ളൂ, മനസ്സിൽ പാടില്ല. മോനെ, ഒരിക്കലും എൻ്റെ മനസ്സിൽ അഴുക്കൊന്നും ഇല്ലെന്ന് പറയണം. അച്ഛൻ വാ എന്ന് വേണ്ട കല്യാണി വിളിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ്. ശേഷം പറയണ്ട അച്ഛനത് ഞാൻ ഓണക്കോടി മേടിച്ചിട്ടുണ്ട്, ഇന്നലെ തരാൻ നിന്നതാണ്, പക്ഷേ അറിഞ്ഞില്ല അച്ഛൻ ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെയാണ് നടക്കുന്നതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ഓണക്കോടി തന്നാനെ, ഇത് അച്ഛൻ ഇവിടെ വരുമ്പോൾ തരാമെന്ന് വെച്ചിട്ട് ഞാൻ വെച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ ഓണക്കോടി പ്രകാശന് കൊടുക്കണം. നല്ല വില കൂടിയ ഷർട്ടും മുണ്ടും ആട്ടോ അത്. മോളെ, ഇത് മോൾ അച്ഛന് വേണ്ടി വാങ്ങിച്ചാണോ? അതെ അതെ അച്ഛൻ ഇത് ഉടുത്തൊരുങ്ങിയിട്ട് വാ, ദേ ബാത്റൂം ഉണ്ട്, ബാത്റൂമിൽ പോയി കുളിച്ച് റെഡി ആയിട്ട് ഒന്ന് ഉടുത്തൊരുങ്ങിയിട്ടൊക്കെ വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. ശേഷം അച്ഛന് മുറ്റത്ത് നിന്നിട്ട് തന്നെ ഓണപ്പരിപാടിയൊക്കെ കാണാലോ. ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ഓണം ആഘോഷിക്കുന്നുണ്ട്. അമ്മമാരും ഞങ്ങൾ 3 പെൺമക്കളും കൂടി പിന്നെ താരാൻ്റി ഉണ്ട്, പിന്നെ ഇവിടുത്തെ ശാന്തേച്ചി ഉണ്ട്. ഞങ്ങൾ ഓണത്തിന് തിരുവാതിരയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പം പരിപാടി തുടങ്ങാമെന്ന് പറയാണ്. അങ്ങനെ പ്രകാശ് സന്തോഷത്തോടു കൂടി തന്നെ കുളിച്ച് റെഡിയായിട്ട് കല്യാണി തന്ന ഡ്രസ്സൊക്കെ എടുത്ത് നല്ല സുന്ദരനായിട്ട് വരും കേട്ടോ. പ്രകാശിനെ കാണുമ്പോൾ തന്നെ രതീഷ് പറയണ്ട, കടുവാകെ മാറിയല്ലോ, വേഷം മാറുന്ന കൂടെ സ്വഭാവം മാറാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പോഴേക്കും പ്രകാശിന്റെ മുഖമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. കല്യാണി പറയണ്ട, രതീഷേട്ടാ ദേ അച്ഛൻ ഇപ്പം പഴയ ആളൊന്നും അല്ല കേട്ടോ, അച്ഛനിപ്പം പെൺമക്കളെ സ്നേഹിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം കല്യാണി അവിടെ
ഇരുത്തുവാണ്. പ്രകാശിനെ 2 ഭാര്യമാർ മാറി മാറി നോക്കുന്നുണ്ട്. അവർ പുച്ഛത്തോട് കൂടി തന്നെയാണ് പ്രകാശനെ നോക്കുന്നു കേട്ടോ. പ്രകാശൻ ചിരിക്കുന്നൊക്കെ ഉണ്ട് അവരെ നോക്കിയിട്ട്. അവർ പക്ഷെ ചിരിക്കണമൊന്നുമില്ല. അങ്ങനെ അത്തക്കൾ പൂക്കളൊക്കെ ഇടുകയാണ്. നമ്മുടെ മക്കളൊക്കെ കൂടിയിട്ട് പ്രകാശന്റെ വാ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രകാശൻ അവരുടെ കൂടെ കൂടുവാണ്. അങ്ങനെ മക്കളുടെ കൂടെ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ് പ്രകാശൻ. നമ്മുടെ കിരണാണെങ്കിൽ അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. 3 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് നമ്മുടെ പ്രകാശൻ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഓണസദ്യ വിളമ്പുന്നുണ്ട്. കല്യാണി കാദംബരി കാർത്തികയും കൂടിയിട്ടാണ് ഓണസദ്യ വിളമ്പുന്നത്. അപ്പോൾ പ്രകാശനും നമ്മുടെ അമ്മമാരുടെ കൂടെ തന്നെ ഇരിക്കാൻ വേണ്ടി കല്യാണി പറയാണ്. പക്ഷെ അമ്മമാർക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രകാശൻ കുറച്ച് മാറിയാട്ടോ ഇരിക്കുന്നത്. പ്രകാശൻ ഓണസദ്യ വിളമ്പുമ്പോഴേക്കും പ്രകാശൻ പറയുന്ന മക്കളും ഇരിക്കുന്നു പറയാണ്. അങ്ങനെ തന്നെ 3 പെൺമക്കളും തന്നെ 3 പെൺമക്കളും പ്രകാശം സ്വപ്നം കണ്ട പോലെ തന്നെ തൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുക കേട്ടോ. പ്രകാശന് ആദ്യത്തിലുള്ള ചോറുരുട്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ മകളായിട്ടുള്ള നമ്മുടെ കാർത്തികക്ക് കൊടുക്കുകയാണ്. നീ ജനിച്ചപ്പോൾ നിന്നെ ഉപേക്ഷിച്ചതാണ് ഞാൻ. അച്ഛ അതൊന്നും പറയല്ലേ എന്ന് കല്യാണി പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്, പഴയ കാര്യങ്ങളൊക്കെ വിടച്ചാന്ന് പറയാണ്. അങ്ങനെ ആദ്യത്തിലുള്ള ചോറ് നമ്മുടെ കാർത്തികക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം കാദംബരിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ തൻ്റെ ലാസ്റ്റ് മോളായിട്ടുള്ള കല്യാണിക്കും കൊടുക്കുകയാണ്. കല്യാണിക്ക് കൊടുക്കുമ്പോഴേക്കും കല്യാണിയുടെ കണ്ണ് നിറയുന്നുണ്ട്. പ്രകാശിൻ്റെയും കണ്ണ് നിറയാണ്. അങ്ങനെ ഭയങ്കര അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കണം. ഓണപ്പായസവും ഓണത്തിന് നമ്മുടെ വടംവലിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. എല്ലാം കണ്ട് സന്തോഷത്തോടെ പ്രകാശൻ ഇരിക്കുന്നുണ്ട്. തന്നെ 2 ചെറുമക്കളും അതുപോലെ അതായത് കാദംബരിയുടെ കുഞ്ഞും കല്യാണിയുടെ കുഞ്ഞും കൂടി നമ്മുടെ പ്രകാശനെ 2 കാലിലും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് 2 പേരും കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓണപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണം അടിച്ചു പൊളിക്കായിട്ട് അങ്ങനെ പ്രകാശൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര എത്ര നല്ലൊരു ഓണമാണിത്. തൻ്റെ ജീവിതത്തിൽ എത്രയോ നല്ല ഓണങ്ങൾ താൻ മിസ് ചെയ്തു. ഇത്രയും നല്ല ഭാര്യയും മക്കളും മരുമക്കളൊക്കെ ഉള്ള സമയത്ത് താൻ ഇങ്ങനെ നശിപ്പിച്ച ഓണം. ഇത്രയും നാൾ തൻ്റെ ഓണം വിക്രവും തൻ്റെ അമ്മൂമ്മയും മാത്രമുള്ളതായിരുന്നു തൻ്റെ ഓണം. പക്ഷെ ഇപ്പോഴാണ് ഓണം എന്താണെന്ന് താൻ അറിയണത്. ഇതാണ് ഓണം എന്നൊക്കെ പ്രകാശന് മനസ്സിലാവാണ്. പ്രകാശൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ കല്യാണി പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് എന്തായാലും പോകണമെന്ന് പറയുമ്പോൾ പ്രകാശൻ പറഞ്ഞില്ല മോളെ, ഞാൻ എന്തായാലും പോകും, ഞാനിവിടെ നിൽക്കുന്നൊന്നുമില്ല, രാത്രി ആകുമ്പോഴേക്കും ഞാൻ പോകും. അച്ഛനെ വയ്യാത്തേക്കല്ലേ, അവിടെ പോയിട്ട് വേണ്ട മോളെ, ഒരു കുഴപ്പമില്ല അച്ഛനാ എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ പ്രകാശൻ ഓണം ആഘോഷിച്ച കാര്യമൊക്കെ വിക്രം അറിയാട്ടോ. വിക്രം ഗംഗപ്രസാദിനോട് പറയുന്നുണ്ട്, ചേട്ടൻ ഇവിടെ ജയിലിൽ കടന്ന് എന്തായാലും കാർത്തികനെയും കല്യാണിനെയും ഇല്ലാതാക്കാൻ വേണ്ടി പോകുകയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ അലവലാതി ഉണ്ടല്ലോ പ്രകാശൻ, അയാളെയും കൂടി തട്ടിയേക്ക് എന്ന് പറയാട്ടോ. അങ്ങനെ പ്രകാശൻ ഓണമൊക്കെ ആഘോഷിച്ച് പോകുമ്പോൾ പ്രകാശൻ എന്തൊക്കെയോ ദുരന്തം സംഭവിക്കുന്നുണ്ട്. അതുറപ്പാണ്. കാരണം പ്രകാശൻ എപ്പോഴും തൻ്റെ അവസാന ആഗ്രഹം എന്ന് പറയണത് ഈ ഓണാഘോഷമായിരുന്നു. അപ്പോൾ ഓണാഘോഷം കഴിയുമ്പോൾ പ്രകാശിൻ്റെ അവസാനത്തെ ആഗ്രഹം തീർന്നു പോകുകയാണ്. പ്രകാശന് എന്തോ ഒരു വലിയ അപകടം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു ആപത്ത് തന്നെയാണ് മനോഹറിനെ സംഭവിക്കാൻ പോകണം കേട്ടോ. അങ്ങനെ മനോഹറിനെ കാണാതിരിക്കാൻ വേണ്ടി സരുവിനെ പറ്റുന്നില്ല. എനിക്കെൻ്റെ മനുവേട്ടനെ കാണണം. തലതല്ലി പൊട്ടിച്ചുകൊണ്ട് മനുവേട്ടൻ ഹോസ്പിറ്റലിലായിരിക്കും. ഇവിടുന്ന് കണ്ണ് വെട്ടിച്ച് എനിക്കെൻ്റെ മനുവേട്ടനെ കാണണം എന്നൊരു വിചാരം മാത്രമേ സരുവിനുള്ളൂ കേട്ടോ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് മനോഹറിനെ കാണാൻ വേണ്ടി പോകാൻ ഉദ്ദേശിക്കുകയാണ് സരു. മനോഹറിനെ കണ്ടാൽ ഇപ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനോഹറിന്റെ കഴുത്തിന് പിടിച്ച് കുറച്ച് ജീവനുണ്ടല്ലോ ആ ജീവൻ കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് സരുവിൻ്റെ ഉദ്ദേശം. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.